പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻ ദ ഡയറ്റ് സർവേ ദ ഫോളോയിങ് റിസൾട്ട്സ് വർ ഒബ്റ്റെയിൻഡ്. നമുക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫാമിലീസ് ടേക്കിംഗ് ടീ, ഫാമിലീസ് നോട്ട് ടേക്കിംഗ് ടീ, ഹിന്ദുസ്, മുസ്ലിം ഇങ്ങനെ പറയുന്ന ഒരു കാറ്റഗറിയായിട്ട് തന്നിട്ടുണ്ട്. ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് ടീ ടേക്കിംഗ്. അപ്പോൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഈ കമ്മ്യൂണിറ്റി തമ്മിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് നമ്മൾ ആൻസറിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഹോമോജിനിറ്റി ഫസ്റ്റ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് ഫസ്റ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ദർ ഈസ് ഹോമോജിനിറ്റി എന്നിട്ട് എഴുതണം. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യണം? നമ്മുടെ 22 കണ്ടിൻജൻസി ടേബിളാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 22 കണ്ടിൻജൻസി ടേബിൾ നമ്മൾ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സിമ്പിൾ ഫോമുല പോലെ നമ്മളിത് പഠിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ നോക്കിയാൽ അപ്പോൾ AD - BC² n ഡിവൈഡഡ് ബൈ A + B C + D A + D B + D ഇങ്ങനെയാണ് നമ്മുടെ കൈ സ്ക്വയറിൻ്റെ 22 കണ്ടിന്യൂസ് ടേബിൾ വരുന്ന ഒരു ഫോമുല. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഫോമുലയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഒരു നമ്പേഴ്സ് അത് 124 × 10, അതായത് നമ്മൾ AD 124, D എത്രയാണ് 10, 24 × 10 - 60 × 56, അതായത് BC 60 × 56. നമ്മളിത് ABCD ആക്കി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അറിയില്ലാത്തവർക്ക് അങ്ങനെ നോക്കിയിട്ട് എഴുതാം. അതിൻ്റെ സ്ക്വയർ ഇട്ടിട്ട് ഇൻറ്റു 206. ഈ 206 എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്യൂലേ, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മൾ 206 കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു നമ്പേഴ്സ്. അതേ ഡിവൈഡഡ് ബൈ നമ്മൾ ഈ A + B C + D എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനിട്ട് കിട്ടുന്നതാണ് 0.56 നമുക്ക് ടോട്ടൽ കിട്ടും. ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് നമ്മുടെ ടേബിൾ വാല്യൂ കൈ സ്ക്വയറിൻ്റെ നമുക്ക് 0.5 നമുക്ക് കിട്ടിയേക്കുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ് കിട്ടിയത്? 0.56 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എപ്പോഴും 0.5 ആണെന്ന് അറിയാലോ, 0.05 ആണെന്ന് അറിയാലോ, 0.05 ആണെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ടേബിൾ പോയി നോക്കണം. കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ എടുക്കാം. അപ്പോൾ നമ്മൾ ലോഗരിതം ടേബിളിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 0.5ൻ്റെ ഏതാണെന്ന് നോക്കാം. 3.841 ആണ്. ഇതായിരിക്കും നമ്മുടെ നമ്മുടെ ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0.56 ആയിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ 3.84. നമുക്ക് ഏറ്റവും കൂടി നിൽക്കുന്ന ഇതല്ലേ. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ എന്താണ്? ഇവിടെ ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയാൻ, കാരണം അത് കൂടുതലാണ്. അപ്പോൾ therefore we accept null hypothesis. അത് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? null hypothesis ആക്സെപ്റ്റ് ചെയ്യുന്നു. there is homogeneity എന്ന് പറഞ്ഞ് എഴുതാം. അത്രയും കാണിക്കാം. ഇത് എഴുതിയില്ലെങ്കിലും അത് വരെ എഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. there is no significant difference between two communities in the matter of trading. ഇങ്ങനെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം തീർന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മൾ നേരെ ഫോർമുലയിലേക്ക് ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾ കമൻസിൽ ഇതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.